പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ടാമതായിട്ട് ഈ ഒരു സംസ്ഥാന സർക്കാർ, അതായത് LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്ന സമയത്ത് അവരുടെ പ്രകടന പത്രികയിൽ, അധികാരത്തിന് മുമ്പ് ഇലക്ഷന് മുമ്പാകെ തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ക്ഷേമ പെൻഷൻ 2500 രൂപയിലേക്ക് ഉറപ്പായിട്ടും എത്തിക്കും. ഇതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അത് പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ധനകാര്യമന്ത്രി തന്നെ പറയുകയാണ്, ഈ ഒരു പെൻഷൻ തുക 2500 എത്തില്ല, അതിനുള്ള ഒരു ശേഷി ഇപ്പോൾ സംസ്ഥാന സർക്കാരിനില്ല. പക്ഷേ തുകയുടെ വർധനവ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. വീഡിയോ എല്ലാവരും പൂർണ്ണമായും കാണുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം, രണ്ടാം ഘട്ടത്തിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വരാനുണ്ടായ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് നമുക്ക് ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണവും അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ കറക്റ്റായിട്ട് കൊടുക്കുകയും തുകയുടെ വർധനവിൽ കൊണ്ടുവന്ന മാറ്റവും. നമുക്കറിയാം, പല ഘട്ടങ്ങളായിട്ട് 1600 രൂപ വരെ തുക എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ തവണത്തെ ഇലക്ഷന് മുമ്പുള്ള പ്രകടന പത്രികയിൽ പറയുകയും ചെയ്തു, ക്ഷേമ പെൻഷൻ തുക അടുത്ത 5 വർഷത്തിനുള്ളിൽ 2500 രൂപയിലേക്ക് എത്തിക്കും. അത് ആരൊക്കെ എന്തൊക്കെ തടഞ്ഞാലും തുക എത്തിക്കുമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ നാളിതുവരെയായി 4 വർഷമായി, 5ാമത്തെ വർഷത്തിലേക്ക് അടുത്ത ഇലക്ഷൻ വരാൻ പോവുകയാണ്. തുക ഇതുവരെയായിട്ടും വർദ്ധിപ്പിച്ചിട്ടില്ല. ഒരു ഗണത്തിലുമുള്ള തുകയുടെ വർധനവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മുൻപ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 32 ലക്ഷത്തിനും ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് ഇപ്പോൾ കുത്തനെ ഉയർന്ന് ഏകദേശം 62 ലക്ഷം ആളുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോ മാസവും സംസ്ഥാന സർക്കാരിന് ഏകദേശം 900 കോടി രൂപയ്ക്കടുത്ത് ഇത് കണ്ടെത്തേണ്ടി വന്നിരിക്കുകയാണ് തുക വിതരണത്തിന് വേണ്ടി. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ പുതിയ നടപടിയിലേക്ക് വന്നിരിക്കുന്നു. ഈ ഒരു 2500 രൂപ ഇപ്പോൾ വിതരണം ചെയ്യാൻ സാധിക്കില്ല, തുക എത്തിക്കുവാൻ സാധിക്കില്ല എന്ന് ഇപ്പോൾ സംസ്ഥാന ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്നു, വിഴുങ്ങിയിരിക്കുന്നു. അതിന് ഇപ്പോഴങ്ങോട്ട് സാമ്പത്തികം പുതുതായിട്ട് കണ്ടെത്തി വിതരണം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പണ്ട് പെട്രോൾ, ഡീസലൊക്കെ സെസ്സൊക്കെ പിരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ഇതിൻ്റെ കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇവരുടെ ഈ ഒരു ഭരണകാലാവധി തീരുന്ന സമയത്തിനുള്ളിൽ ക്ഷേമ പെൻഷൻ്റെ തുകയിൽ വർധനവ് ഉറപ്പു പറഞ്ഞിരിക്കുന്നു. ഒരു 200 രൂപയുടെ വരെ വർധനവ് പ്രതീക്ഷിക്കാം. 100 അല്ലെങ്കിൽ 200 സംസ്ഥാന സർക്കാരിന് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു വർധനവാണ് ഇത് പ്രതീക്ഷിക്കുന്നത്. അത് ഇപ്പോൾ ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നയങ്ങളും ഒക്കെയാണ് ഈ ഒരു സാമ്പത്തികമായിട്ട് കേരള സർക്കാർ ബുദ്ധിമുട്ടുന്നത് എന്നുള്ള സ്ഥിരം പല്ലവിയും ഇതിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു. ഇതുതന്നെയായാലും പ്രകടന പത്രികയിൽ പറഞ്ഞ 2500 രൂപ എന്നുള്ള ക്ഷേമ പെൻഷൻ തുക നിങ്ങൾക്ക് ഉടനെയെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. അടുത്തൊരു 10 വർഷം കഴിഞ്ഞാലും ഈ ഒരു തുക എത്താനുള്ള സാധ്യതയില്ല. ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള അറിയിപ്പ് മന്ത്രിയുടെ ഭാഗത്ത് തന്നെ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരു 1600 നിന്ന് 1700 അല്ലെങ്കിൽ 800 ഈ ഒരു സാമ്പത്തിക വർഷം എത്തും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക.